സ്നേഹമോളെ കാണുമ്പോ വെറുതെ ഒരു മോഹം പോലെ. അവൾ എന്റെ രേണുവിന്റെ കുഞ്ഞായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ. ടീച്ചറെ കാണാനില്ലെന്നും പറഞ്ഞ് താലോലത്തിലെ അരുന്ധതി മേനോൻ കേസ് കൊടുത്തിരിക്കുക. അത് രക്തബന്ധത്തിന്റെ മഹത്വം. വേണ്ട വേണ്ട, ടീച്ചർ അമ്മ പോവണ്ട, ഇവിടെ നിന്നാ മതി. ഞങ്ങൾ പോവും അമ്മേ. പപ്പയുടെയും മമ്മിയുടെ അടുത്തേക്ക് ഞാനും എന്റെ മോളും പോവും. പക്ഷെ അപ്പോഴും ഈ അമ്മയെ കാണാൻ ഞങ്ങൾ വരും. അമ്മ എവിടെയാണെങ്കിലും ഞങ്ങൾ വന്ന് കാണും. അതിനുള്ള അനുവാദം മാത്രം അമ്മ തന്നാ മതി ഞങ്ങൾക്ക്. മോളെ, അമ്മയുടെ രേണുക മോള് മരിച്ചിട്ടില്ലെന്ന് കരുതിക്കോളൂ. ആ സ്ഥാനത്ത് ഇനി മുതൽ എന്നെ കണ്ടോളൂ. എന്റെ സ്നേഹമോൾ അമ്മയുടെ സ്വന്തം ചെറുമകളാണെന്ന് കരുതിക്കോളൂ. അമ്മയ്ക്ക് എല്ലാരും ഉണ്ടെന്ന് വിശ്വസിച്ചോളൂ. എന്നും ഈ ഞങ്ങളുണ്ടെന്ന് കരുതിക്കോളൂ. നിന്റെ മനസ്സിന്റെ നന്മ എനിക്ക് നന്നായി അറിയാം മോളെ. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ സങ്കടമൊക്കെ മാറും. ഈ അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും നിനക്കും നിന്റെ മോൾക്കും ഉണ്ടാകും. ചെല്ല്, നേരെ ഒരുപാടായി. മോള് പോയി കിടന്നുറങ്ങ. പേടിക്കണ്ട മോളെ, അമ്മ ആത്മഹത്യ ചെയ്യുകയൊന്നുമില്ല. ഇനി ഈശ്വരൻ വിളിക്കുമ്പോഴേ പോകുന്നുള്ളൂ എന്ന് അമ്മ തീരുമാനിച്ചു. മോള് ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങ. ചെല്ല് മോളെ. അമ്മ വെറുതെ ഒരു സംശയം ചോദിക്കട്ടെ? ഒന്നുകൂടെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്താ അമ്മേ? രേണുകയോടൊപ്പം ആ കുഞ്ഞും പോയി എന്നുള്ളത് ഉറപ്പാണ് അല്ലേ മോളെ? അല്ല, സ്നേഹമോളെ കാണുമ്പോ വെറുതെ ഒരു മോഹം പോലെ. അവൾ എന്റെ രേണുവിന്റെ കുഞ്ഞായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ. മോള് ശ്രദ്ധിച്ചോ? അവൾക്ക് രേണുമോളുടെ ചില ഛായ പോലും ഉണ്ട്. അതൊക്കെ ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ഉള്ളിൽ ചില മോഹങ്ങൾ കിടക്കുമ്പോ വെറുതെ ഉണ്ടാകുന്ന ചില തോന്നലുകൾ. ടീച്ചർ ഇവിടെ വന്നിരിക്കുക. ഒന്ന് വരും. താലോലവുമായി ടീച്ചർക്ക് എന്താ ബന്ധം? എന്താ സിസ്റ്ററെ? ടീച്ചറെ കാണാനില്ലെന്നും പറഞ്ഞ് താലോലത്തിലെ അരുന്ധതി മേനോൻ കേസ് കൊടുത്തിരിക്കുക. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ടീച്ചർക്ക് മകളല്ലേ നഷ്ടമായിട്ടുള്ളൂ. പക്ഷേ മക്കളുടെ സ്ഥാനം കൊടുത്ത് സ്നേഹിച്ചു പോറ്റിയ ആ 2 കുട്ടികളെ കുറിച്ച് ഓർക്കാതെയല്ലേ
ടീച്ചർ ഇറങ്ങി പുറപ്പെട്ടത്? മീനാക്ഷിയും മുത്തുവും പാവം കുട്ടികൾ. അവർ ടീച്ചറെ ഓർത്ത് എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്നറിയാമോ? അവരിപ്പോ താലോലത്തിലാണ്. അറിഞ്ഞു, ഞാനെല്ലാം അറിഞ്ഞു. അരുന്ധതി മേനോനുമായി ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ടീച്ചറെ കാണാതായ അന്നു മുതൽ ആ കുട്ടികൾ ജലപാനം പോലും കഴിച്ചിട്ടില്ലെന്ന്. എനിക്ക് അവരെ ഒന്ന് കാണണം സിസ്റ്ററെ. കാണുക മാത്രമല്ല, ഇനിയെന്നും അവരോടൊപ്പം ജീവിക്കുകയും വേണം. അനാഥരായ കുട്ടികൾക്ക് മോഹങ്ങളും ആശ്രയവും സ്നേഹവും എല്ലാം കൊടുത്തത് ടീച്ചറാണ്. ഇനിയും അത് നിഷേധിക്കരുത്. ഇല്ല ഇല്ല സിസ്റ്ററെ, എനിക്ക് പോണം. അവർക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ജീവിക്കണം. അതെ, അതാണ് വേണ്ടത്. അല്ലാതെ നിരാശയോടെ പാഴാക്കാനുള്ളതല്ല ജീവിതം. ടീച്ചറെ ദൈവം അനുഗ്രഹിക്കും. താലോലത്തിലെ അരുന്ധതി മാഡം സിസ്റ്ററോട് എന്തെങ്കിലും പറഞ്ഞോ? ടീച്ചർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവരിങ്ങോട്ടേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയതാ. പക്ഷേ ഞാൻ പറഞ്ഞു ഫിലിപ്പോസിനെ കൂട്ടി അങ്ങോട്ട് അയച്ചോളാമെന്ന്. എന്നാൽ ഇനി സമയം കളയേണ്ട സിസ്റ്ററെ. അതിനു മുൻപ് എനിക്ക് സ്നേഹമോളെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. എവിടെയവള്? ടീച്ചർ റെഡി ആയിക്കോളൂ, ഞാൻ കൊണ്ടുവരാം. ആഹാ ആഹാ, പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പേ മോളിങ് എത്തിയല്ലോ. അതാ രക്തബന്ധത്തിന്റെ മഹത്വം. സിസ്റ്റർ എന്താ പറഞ്ഞേ? അല്ല, സ്നേഹബന്ധത്തിന്റെ. ടീച്ചറമ്മയ്ക്ക് വയസ്സായില്ലേ മോളെ? എത്ര വയസ്സായി? കാക്കത്തൊള്ളായിരം. എനിക്കറിയാം. നാളെ പറ്റിക്കാൻ നോക്കണ്ടേ ടീച്ചറമ്മേ? കാക്കത്തൊള്ളായിരം പറഞ്ഞാലേ ഒന്നാ അമ്പടി മിടുക്കി. ടീച്ചറമ്മ മക്കളോടൊരു കാര്യം പറയട്ടെ? ടീച്ചറമ്മേ ഇന്ന് പോവാ. എവിടേക്ക്? ടീച്ചറമ്മയുടെ വീട്ടിലേക്ക്. എന്തിനാ പോകുന്നേ? ഇവിടെ സ്നേഹമുള്ള എല്ലാരും ഉണ്ടല്ലോ. കുറിഞ്ഞിപ്പൂച്ചമ്മയുണ്ട്. ടീച്ചറമ്മയെ കാണാഞ്ഞിട്ട് വീട്ടിൽ രണ്ടു മക്കള് വിഷമിച്ച് കാത്തിരിക്കാൻ മോളെ. അപ്പൊ പിന്നെ ടീച്ചറമ്മയ്ക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അതിന് മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതിയല്ലോ, അല്ലേ ടീച്ചറമ്മ? ടീച്ചറമ്മ പോയിട്ട് മക്കളെയും കൂട്ടി പിന്നൊരു ദിവസം സ്നേഹമോളെ കാണാൻ വരാം. എന്താ പോരെ? വേണ്ട വേണ്ട, ടീച്ചറമ്മ പോവണ്ട, ഇവിടെ നിന്നാ മതി. അതിന് സ്നേഹമോൾ ഇവിടുന്ന് പോകാൻ പോവല്ലേ? എവിടെ? ക്ലാരമ്മയുടെ വീട്ടിലേക്ക്, വല്യപ്പച്ചനെയും വല്യമ്മച്ചയും കാണാൻ. ചുമ്മാ പറയാ. അല്ല, സത്യമായിട്ടും. ഇല്ല ഇല്ല, ക്ലാരമ്മനെ കൊണ്ടുപോകത്തില്ല. പറ്റിക്കാൻ പറയോ? മദറമ്മയല്ലേ പറയുന്നത്? മദറമ്മ പറയുന്നത് സ്നേഹമൊക്കെ വിശ്വാസമല്ലേ? എന്നാ വാ വാ, ടീച്ചറമ്മ പോവാൻ റെഡി ആവട്ടെ. വാ. ടീച്ചറമ്മ എന്നാ വരുവാ? വരാം മോളെ. ടീച്ചറമ്മ എന്റെ മോളെ കാണാൻ വരാം. എന്നാ ടീച്ചറമ്മ സ്നേഹമോൾക്ക് 5 കിസ് കൂടി തരോ? ഇനി വരുന്നവരെ സ്റ്റോക്ക് ചെയ്യാനാ? ഇനി ടീച്ചറമ്മയ്ക്ക് ഒരു പഞ്ചാര ഉമ്മ തന്നെ. ഉമ്മ പഞ്ചാര ഉമ്മ, ചക്കര ഉമ്മ, ഐസ്ക്രീം ഉമ്മ, ചോക്ലേറ്റ് ഉമ്മ. ടീച്ചറമ്മയ്ക്ക് നല്ല മണ കേട്ടാ മന്ത്രമ്മേ? അയ്യേ, എന്തിനാ കരയുന്നേ? കരഞ്ഞതല്ല മോളെ, കണ്ണി കരട് പോയതാ. സ്നേഹമുള്ള ഉദ്ദിത്തരല്ലോ, കണ്ണറന്നേ. ഇതെവിടെയാ സ്ഥലം? താലോലം എന്നൊക്കെ എഴുതി വെച്ചിട്ടുമുണ്ട്. ഇത് തന്നെ ആയിരിക്കും.
കാശ് വേണ്ടോടോ? തന്നിയേട്ടാ. എത്ര കാശാ തന്നെ? കറക്റ്റാ. ഡോ ഫിലിപ്പോസിനെ വേദോദം പഠിപ്പിക്കല്ലേ? 50 രൂപയല്ലേടാ തന്നെ? ആഹാ, മീറ്ററിൽ 38 രൂപ 20 പൈസ, ബാക്കി 11 രൂപ 80 പൈസ ഇങ്ങോട്ടെടു. അത് പിന്നെ ചേട്ടാ ഒരു പിന്നെയില്ല. 1 രൂപ 80 പൈസ താൻ എടുത്തോ, ബാക്കി 10 രൂപ കൊടു. ഇത് വലിയ ശല്യായല്ലോ. വിട്ടോ, ഇനി വണ്ടി വിട്ടോ. എവിടെ നിന്ന് വരുന്നതാ ഇതൊക്കെ? അയ്യോ, ടീച്ചർ എവിടെ? ആഹാ, അങ്ങ് എത്തിയോ? ടീച്ചർ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ, അകത്തേക്ക് വാ. ഹായ് ടീച്ചർ മാമദാസ്, മുത്തു, മീനാക്ഷി, ഓടിവായോ ടീച്ചർ മാമദാസ്. ആഹാ, എല്ലാരും വാ, എല്ലാരും വാ. ടീച്ചർ മാമദാസ്, മുത്തു, മീനാക്ഷി, എല്ലാരും വാ, എല്ലാരും വാ. ബഹളം വെക്കാതിരിക്കണോ? മനുഷ്യൻ ഒന്നാമത് ദുഃഖിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അയാൾ. ഓടിവാ, ഓടിവാ. ടീച്ചർമേ, എന്തായാലും നിങ്ങളുടെ ടീച്ചറമ്മ തിരിച്ചു വന്നല്ലോ, സന്തോഷമായില്ലേ? ടീച്ചറമ്മ കാണാതായ അന്നോട്ട് ഈ മീനാക്ഷിയൊക്കെ ഒന്നും കഴിച്ചിട്ടില്ല. ടീച്ചറിനെ തേടി എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ട് ഇന്നലെ രാത്രിയാ മുത്തു ഇവിടെ തിരിച്ചെത്തിയത്. എല്ലായിടത്തും പോയി അന്വേഷിച്ചു ടീച്ചറമ്മ. ഒടുക്ക സദാശിവന്റെ മുന്നിൽ ചെന്ന് വിട്ടു. പക്ഷെ അയാൾ എന്നെ ഒന്നും ചെയ്തില്ല. ഇനി അലഞ്ഞു തിരിയാനൊന്നും പോണ്ട. ആ സദാശിവൻ സ്നേഹം നടിച്ച് അടുത്തുകൂടാൻ നോക്ക. ഇനി നിങ്ങൾക്കും കൂടി എന്തെങ്കിലും സംഭവിച്ച ഈ ടീച്ചറമ്മ. ആ മതി മതി, ഇനി അകത്ത് എന്നിട്ട് ബാക്കി സംസാരിച്ചാ മതി. ചെല്ല് ചെല്ല്. മീനാക്ഷി, മീനാക്ഷി, ടീച്ചർ മാവക്ക് അലുവ കൊടുക്ക വേണ്ടാമാ, இந்த കരിയാലുக்கு கொடுக்க வேணும். ഈ കിളവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ടീച്ചറമ്മേ, എവൻ താനെ ഉങ്ങളെ കട്ടിട്ട് പോയത്, എവനെ ഞാൻ ചുട്ടിടുവേ. അനന്തു, നമുക്ക് അകത്തേക്ക് പോകാൻ ടീച്ചറെ. ആദ്യം കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി, പിന്നീടാവാം കഥ പറച്ചിലൊക്കെ. വാ വാ ടീച്ചറമ്മേ. ഉനക്ക് ഞാൻ വച്ചിരിക്കട കരിയായില്ലേ. കിളവന്റെ കൈ കൊണ്ട് എന്നെന്നാ തോന്നണത്. പലതും കിട്ടുമോ എന്തോ. എന്തോ കിട്ടണ കോളുകളൊന്നും കാണുന്നില്ല. ഫിലിപ്പോസേ, ഓട്ടോക്കൂലിയ. വേണ്ടായിരുന്നു മേഡം. സാരമില്ല ഫിലിപ്പോസേ, വെച്ചോളൂ. ശരി ശരി, കാശ് എന്ന വിവരം മദറിനോട് മാത്രം പറയരുത്. ഞാൻ ആരോടും പറയില്ല. പിന്നെ നിർമ്മല ടീച്ചറിന്റെ കാര്യത്തിൽ പ്രത്യേക ഒരു കണ്ണു വേണം. ചാകാൻ പോയ പോക്കല്ലയോ.